24-ാം CPM പാർട്ടി കോൺഗ്രസ് മധുരയിൽ കൂടി ഇറങ്ങുകയാണ്. ജനറൽ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കപ്പെട്ട MABB അല്പസമയത്തിനകം തന്നെ സമ്മേളന വേദിയിലേക്ക് എത്തും. ആയിരങ്ങൾ പങ്കെടുക്കുന്ന റെഡ് വോളണ്ടിയർ മാർച്ച് സമ്മേളന വേദിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അഭിലാഷ് മോഹൻ വിവരങ്ങളുമായിട്ട്. അഭിലാഷ്, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾക്ക് ആഹ്ലാദത്തിന്റെ അഭിമാനത്തിന്റെ നിമിഷമാണ് മധുരയിൽ കാണുന്നത്. ഒപ്പം തന്നെ പാർട്ടി ഇത്രയും ഏറെ കാലം നീണ്ടുന്ന ഒരു എക്സസൈസ് എന്ന നിലയ്ക്ക് അതിന്റെ പരിസമാപ്തി കുറിക്കുന്നു. വലിയ പ്രതീക്ഷകളോടെ മുന്നോട്ടുള്ള കാലത്തെ കാണുന്നു. എന്താണ് ഇപ്പോൾ അവിടെ സമ്മേളന നഗരിയിൽ കാണാൻ കഴിയുന്നത്? ദിവിഷ, ഇനി പൊതുസമ്മേളനമാണ് ഉള്ളത്. പൊതുസമ്മേളനത്തിന് തയ്യാറെടുക്കുകയാണ് മധുര എന്ന് പറയാം. മധുര CPM-ന്റെ തമിഴ്നാട്ടിലെ പരമ്പരാഗത ശക്തി കേന്ദ്രം കൂടിയാണ്. മധുരയെ പാർലമെന്റിൽ പ്രതിനിധീകരിക്കുന്നത് CPM ആണ്. സു വെങ്കടേശൻ MP എന്ന് മാത്രമല്ല, മധുര വെസ്റ്റിൽ നിന്ന് മുമ്പ് നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുള്ള യു വാസുകി CPM-ന്റെ പോളിറ്റ് ബ്യൂറോയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു പാർട്ടി കോൺഗ്രസ് കൂടിയാണിത് എന്ന് ഓർക്കണം. അപ്പോൾ സ്വാഭാവികമായും മധുര വലിയ ആഘോഷത്തോടു കൂടി തന്നെ CPM-ന്റെ പാർട്ടി കോൺഗ്രസിന്റെ സമാപന രംഗങ്ങളിലേക്ക് കടക്കുകയാണ്. അല്പസമയം മുൻപ് തീർന്ന പ്രതിനിധി സമ്മേളനത്തിനൊടുവിൽ ഒരു യുവത്വം നിറഞ്ഞ ഒരു തലമുറ മാറ്റം ആണ് നമ്മൾ കണ്ടത്. പുതിയ ഒരു പോളിറ്റ് ബ്യൂറോ വരുമ്പോൾ അതിൽ കൂടുതൽ യുവ പങ്കാളിത്തം. 6 പ്രമുഖ നേതാക്കൾ, ഇത്രയും കാലം CPM-ന്റെ മുഖമായി നിന്നിരുന്ന പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മണിക് സർക്കാർ, സൂര്യകാന്ത് മിശ്ര, അതുപോലെ തന്നെ സുഭാഷിണി അലി അടക്കമുള്ള നേതാക്കൾ ഒഴിഞ്ഞപ്പോൾ ഒരു പുതിയ നിര വരികയാണ്, പുതിയ നേതൃത്വം വരികയാണ്. പുതുതായി യു വാസുകി, ജിതേന്ദ്ര ചൗധരി, മറിയം ധാവളെ, ശ്രീദീപ് ഭട്ടാചാര്യ, വിജു കൃഷ്ണൻ, അരുൺകുമാർ, അമ്രറാം, കെ ബാലകൃഷ്ണൻ എന്നിവരാണ് പുതുതായി പോളിറ്റ് ബ്യൂറോയിലേക്ക് എത്തിയത്. ബാക്കി MABB, പിണറായി വിജയൻ, മുഹമ്മദ് സലീം, BV രാഘവലു, തപൻ സെൻ, നിലോൽപൽ ബസു, ഡോക്ടർ രാമചന്ദ്ര ഡോം, A വിജയരാഘവൻ, അശോക് ധാവ്ലെ, MV ഗോവിന്ദൻ മാസ്റ്റർ എന്നിവരാണ് നേരത്തെ തന്നെ ഉള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ. അങ്ങനെ 18 അംഗ പോളിറ്റ് ബ്യൂറോയും 85 അംഗ കേന്ദ്ര കമ്മിറ്റിയുമാണ് ഉണ്ടായത്. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് ഒരു വോട്ടെടുപ്പ് നടന്നു എന്നതൊഴിച്ചാൽ പ്രത്യേകിച്ച് ട്വിസ്റ്റുകളൊന്നും ഇല്ലാതിരുന്ന പ്രതീക്ഷിച്ചതുപോലെ തന്നെയുള്ള ഒരു സമ്മേളനമാണ് നടന്നിട്ടുള്ളത്. കേരളത്തിൽ നിന്നാണ് 19 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ. 85 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളിൽ 19 പേരും കേരളത്തിൽ നിന്നാണ്. കേരളത്തിൽ നിന്ന് 3 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ കൂടി ഉണ്ടായി. പ്രതീക്ഷിച്ചതുപോലെ തന്നെ TP രാമകൃഷ്ണൻ, അതുപോലെ തന്നെ പുത്തലത്ത് ദിനേശൻ എന്നിവർ. KS സലീഖ അപ്രതീക്ഷിത എൻട്രിയായി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വന്നു. അങ്ങനെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം 19ആയി. പുതിയ PB അംഗങ്ങൾ കേരളത്തിൽ നിന്ന് ഉണ്ടായിട്ടില്ല. KK ശൈലജയ്ക്ക് പോളിറ്റ് ബ്യൂറോയിൽ ഇടം പിടിക്കാൻ കഴിയാതെ പോയി എന്നുള്ളത് കാണണം. 2 പുതിയ വനിതാ അംഗങ്ങൾ വന്നപ്പോൾ, അതായത് ബൃന്ദ കാരാട്ടും അതുപോലെ സുഭാഷിണി അലിയും ഒഴിഞ്ഞപ്പോൾ പുതുതായി വന്നത് യു വാസുകിയും മറിയം ധാവളയുമാണ്. തമിഴ്നാട്ടിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള വനിതാ നേതാക്കൾ. 2 പേരും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ നേതാക്കളാണ്. ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റുമാണ് 2 പേരും. അതേസമയം ജനാധിപത്യ മഹിളാ അസോസിയേഷനിലെ ഭാരവാഹിത്വം ഒരു പ്രധാനപ്പെട്ട ഘടകമാക്കിക്കൊണ്ട് PK ശ്രീമതിക്ക് കേരളത്തിൽ നിന്ന് ഈ പ്രായപരിധി ഇളവ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അങ്ങനെ ഇന്ന് ഇവിടെ മധുരയിൽ CPM-ന്റെ പാർട്ടി കോൺഗ്രസ് കൊടി ഇറങ്ങുമ്പോൾ 92-ലെ ചെന്നൈ സമ്മേളനം പോലെ പാർട്ടിയുടെ മുഖത്തിന് ഒരു യുവത്വം, ഒരു പുതുമ നൽകിയ സമ്മേളനം എന്നുള്ള നിലയിലായിരിക്കും ഈ സമ്മേളനത്തെ അടയാളപ്പെടുത്തുക. ഡൽഹി കേന്ദ്രീകരിച്ച് വിജു കൃഷ്ണനും അരുൺകുമാറും പാർട്ടിയുടെ പുതിയ ധൈഷണിക മുഖങ്ങളായി മാറും. MABB പാർട്ടിയെ നയിക്കും. വനിതാ നിരയ്ക്ക് കരുത്തു പകരാൻ പുതിയ 2 വനിതാ മുഖങ്ങൾ വരുന്നു. അങ്ങനെ അട്ടിമുട്ടി പുതിയ ഒരു CPM-ആണ് മധുരയിൽ നിന്ന് മടങ്ങുക. ദിവിഷ്, ഇനി MABB ആ വേദിയിലേക്ക് എത്തുന്നത് കാത്തു നിൽക്കുകയാണ്. തീർച്ചയായും പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ അനുയായികൾ കാത്തിരിക്കുന്നുണ്ട്. എത്ര സമയം കൂടി ഈ സമാപന പരിപാടി നീണ്ടുപോകും? കൂടുതൽ പ്രതികരണങ്ങൾ ഇന്ന് MABB-യിൽ നിന്നോ അല്ലെങ്കിൽ കേരള നേതാക്കളിൽ നിന്നോ പ്രതീക്ഷിക്കുന്നുണ്ടോ അഭിലാഷ്? ഇനി പ്രസംഗമാണ് ഉള്ളത്. അതല്ലാതെയുള്ള പ്രതികരണങ്ങൾക്ക് സാധ്യതയില്ല. MABB തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ, അതായത് പോളിറ്റ് ബ്യൂറോയുടെയും പുതിയ ജനറൽ സെക്രട്ടറിയുടെയും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ മാധ്യമപ്രവർത്തകരെല്ലാം സമ്മേളന ഹാളിൽ പ്രവേശിച്ചിരുന്നു. അതിനുശേഷമാണ് MABB-യുടെ പ്രസംഗം നടന്നത്. MABB-യുടെ പ്രസംഗത്തിന് ശേഷം ഈ പുതിയ പോളിറ്റ് ബ്യൂറോയുടെ അവരുടെ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചു. നമ്മളടക്കമുള്ള മാധ്യമങ്ങളോട് സംസാരിച്ചു. ഇനി പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കും. അതിനുശേഷം ഇനി അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകും. മറ്റ് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളോടെല്ലാം, പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പോളിറ്റ് ബ്യൂറോ അംഗങ്ങളോടെല്ലാം സംസാരിച്ചിരുന്നു. വിജു കൃഷ്ണൻ ഇത് കഴിഞ്ഞ് നേരെ കേരളത്തിലേക്ക് വരികയാണ്. കർഷക സംഘത്തിന്റെ 2 പരിപാടികളുണ്ട് കേരളത്തിൽ നിന്ന്. വിജു കൃഷ്ണൻ പറയുന്നു. യു വാസുകി, മറിയം ധാവളെ അടക്കമുള്ളവർ വലിയ ആവേശത്തിലാണ്. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളൊക്കെ മാധ്യമങ്ങളോട്, നമ്മളോടക്കം സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പൊതുസമ്മേളനത്തിൽ MABB പ്രസംഗിക്കും. അദ്ദേഹത്തിന്റെ അതിഗംഭീരമായ ഒരു പ്രസംഗം, ഞങ്ങളൊക്കെ അത് നേരിട്ട് കേട്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ്, അതായത് ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കേരളത്തെ എംപുരാൻ വിവാദം അടക്കം സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷിലുള്ള പ്രസംഗം. എന്തായാലും ഇനി പൊതുസമ്മേളനമുണ്ട്. പൊതുസമ്മേളനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ശരി.